ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറഞ്ഞു വരുന്നതിന് കാരണമായ കുറേ അധികം കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചാനലിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറയുന്നതിനുള്ള ഏറ്റവും വലിയ റീസൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പുതിയ ചാനലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് മോണിറ്റൈസേഷൻ ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് എല്ലാം തന്നെ കറക്റ്റായി വരുന്നതെല്ലാം നോക്കിയിരിക്കുകയായിരിക്കും. ഇപ്പോൾ 700 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയവരാണ് എന്ന് കരുതുക. അവർക്ക് ഇത്തരത്തിൽ നിന്നും 700-ൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബർ എല്ലാം തികയുന്നതിന് വേണ്ടി കാത്തിരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഇത്തരത്തിൽ ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് എല്ലാം കുറഞ്ഞു വരുന്നതായി കാണുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ചെറിയ ചാനൽ മാത്രമല്ല വലിയ ചാനലുകൾക്കും ഇതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. യൂട്യൂബിൽ പുതുതായി വന്നിരിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഒരു പാറ്റേൺ എല്ലാം സെലക്ട് ചെയ്ത് അത്തരത്തിലെല്ലാം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. കുറേ നാളായി നിങ്ങൾ കുറേ ബ്രേക്ക് എല്ലാം എടുക്കുന്നു, അതുപോലെ നിങ്ങൾ അത്യാവശ്യത്തിന് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലെല്ലാം തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബർ അവർ ചിലപ്പോൾ നിങ്ങളുടെ ചാനലെല്ലാം തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ് ആകണമെങ്കിൽ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ നമുക്ക് മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഒന്നും നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടെല്ലാം വരുമ്പോഴെല്ലാം ഇങ്ങനെ നിങ്ങളുടെ ചാനലിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നതായി കാണാം. ഇനി അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എല്ലാമാണ്. നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് ഇതിലെന്തെങ്കിലും അപാകതകളെല്ലാം വരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റിൽ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാം ചിലപ്പോൾ വരാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് അടുപ്പിച്ച് കുറേ അധികം നെഗറ്റീവ് കമൻറ്റ്സ് എല്ലാം വരികയാണെങ്കിൽ പലതരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സും ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ആ ഒരു ചാനലെല്ലാം തന്നെ ചിലപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്തു പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോട് കൂടി തന്നെ നിങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. ഇനി ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൻ്റെ തീമുമായി ബന്ധമില്ലാത്ത തരത്തിലുള്ള കണ്ടൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതും. അതായത് നമ്മുടെ ഇപ്പോൾ കറക്റ്റായി നിങ്ങളൊരു പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഒരു തീം അനുസരിച്ചുള്ള വീഡിയോസ് എല്ലാം ഒരുപാട് പോസ്റ്റ് ചെയ്തതിന് ശേഷം അത്തരത്തിലുള്ള ഒരു കണ്ടൻ്റ് അല്ല പിന്നീട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ ഇത് നിങ്ങളുടെ ഓഡിയൻസിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് താല്പര്യമുണ്ടാകുന്ന കണ്ടൻ്റ് ആകണമെന്നില്ല. അതിനാൽ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് നേരത്തെ വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അവർ നിങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനെല്ലാം ഇത് കാരണമാകും. അപ്പോൾ നമ്മുടെ തീമിനനുസരിച്ചുള്ള കണ്ടൻറ്റ് തന്നെ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി പലപ്പോഴും നമ്മുടെ ചാനലിൽ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന കുറച്ച് കാര്യങ്ങളെല്ലാമാണ് പുവർ ഓഡിയോ ക്വാളിറ്റി, അതുപോലെ വീഡിയോ ക്വാളിറ്റി, എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വരുന്ന ഒരുപാട് മിസ്റ്റേക്കുകളെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഓഡിയൻസിന് നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ഒന്നുമല്ല, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ പറയുന്നത് വ്യക്തമായി കേൾക്കാനൊന്നും സാധിക്കുന്നില്ല. ഇങ്ങനെ നിങ്ങളുടെ ഓഡിയോയിൽ അതുപോലെ വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എഡിറ്റിങ്ങിലെല്ലാം വരുന്ന കുറേ അധികം കാര്യങ്ങളെല്ലാം തന്നെ കുറേ അധികം ഓഡിയൻസിനെ എല്ലാം തന്നെ നിലവിലുള്ള ഓഡിയൻസിനെ കൂടി അതെല്ലാം തന്നെ ബാധിക്കാറുണ്ട്. അതിനാൽ തന്നെ നല്ല രീതിയിൽ ഓഡിയോ എല്ലാം തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോ ക്ലാരിറ്റി ആണെങ്കിലും നല്ല രീതിയിലുള്ള വീഡിയോ ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും നമുക്ക് വീഡിയോക്ക് എല്ലാം തന്നെ ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ തന്നെയാണ് നിങ്ങൾ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് എന്ന് കരുതുക. ഇത്തരത്തിൽ നിങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്തു എന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. എന്നാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയിൽ തന്നെ നിങ്ങളുടെ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി, എഡിറ്റിംഗ് കാര്യങ്ങളാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നേടിയെടുക്കാനും നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെടാതിരിക്കാനും ഇത് സഹായിക്കും.
അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലിക്ക് ബൈറ്റ് തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ കണ്ടൻറ്റ് ഇത് കുറച്ചുകൂടി, അതായത് നമ്മുടെ കണ്ടൻറ്റിലുള്ള കാര്യമാണെങ്കിൽ കൂടി അതിനേക്കാൾ കൂടുതലായി ക്ലിക്ക് ബൈറ്റ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി തംബ്നെയിലിൽ വളരെ വലിയ എന്തോ ഒരു കാര്യം നടക്കുന്നു എന്ന തരത്തിലെല്ലാം കൊടുക്കാറുണ്ട്. അതായത് ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഇപ്പോൾ തന്നെ നഷ്ടമാകുമെന്നെല്ലാം കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും പലരും ഇത് എന്താണ് ഇങ്ങനെ ഒരു വലിയ പ്രശ്നമെല്ലാം വന്നിരിക്കുന്നത് എന്നെല്ലാം കരുതി ആ ഒരു വീഡിയോ എല്ലാം തന്നെ ക്ലിക്ക് ചെയ്യാറെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ അത്തരത്തിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ചെറിയ എന്തെങ്കിലും അപ്ഡേറ്റുകളെല്ലാം ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നതിന് അല്ലെങ്കിൽ വ്യൂസ് ലഭിക്കുന്നതിന് വേണ്ടി മാത്രമായി തംബ്നെയിലിൽ ഭയങ്കര ഭീകരമായ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം മെൻഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ തംബ്നെയിലെല്ലാം കൊടുക്കുന്നത്, ഇതെല്ലാം തന്നെ ക്ലിക്ക് ബൈറ്റ് തംബ്നെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും കുറേ അധികം റിയലിസ്റ്റിക്കായ ഒരുപാട് ഓഡിയൻസിന് ഇത് താല്പര്യപ്പെടണമെന്നില്ല. എന്നാൽ ഇത്തരത്തിൽ കുറേ അധികം പേർ ഈ ഒരു വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കുന്നത് ഇത് കണ്ട് പലരും സബ്സ്ക്രൈബ് ചെയ്യുന്നുമുണ്ട്. എങ്കിൽ കൂടി കുറേ അധികം റിയലിസ്റ്റിക്കായ ഒരുപാട് ആളുകളെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിൽ ഉണ്ടായിരിക്കും. അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു കാര്യം താല്പര്യപ്പെടണമെന്നില്ല. അതിനാൽ തന്നെ അവർ നിങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാനെല്ലാമുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ കണ്ടൻറ്റ് അതിനനുസരിച്ചുള്ള കറക്റ്റായ തംബ്നെയിലെല്ലാമാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് അവർ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. ഇനി യൂട്യൂബിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പലർക്കും അവരുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ അവരുടെ ഓഡിയൻസ് എല്ലാം നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ YT സ്റ്റുഡിയോയിൽ അനലിറ്റിക്സ് കറക്റ്റായി ഇത് മനസ്സിലാക്കുന്നില്ല എന്നത് തന്നെയാണ്. അതായത് YT സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ചാനലിലുള്ള ഓഡിയൻസ് അവർക്ക് എത്തരത്തിലുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് കറക്റ്റായ ഒരു ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുടെ അനലിറ്റിക്സ് എല്ലാം കറക്റ്റായി ചെക്ക് ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ അനലിറ്റിക്സ് ഒന്നും ചെക്ക് ചെയ്യാതെ നമുക്കിഷ്ടപ്പെട്ട വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇതുപോലെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നത്. അതായത് ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ പുതിയ വീഡിയോസ് എല്ലാം പല ടൈപ്പിലുള്ളതെല്ലാം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള വീഡിയോ ആയിരിക്കില്ല അത്. അതിനാൽ തന്നെ നിങ്ങളുടെ നിലവിലുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിങ്ങൾക്ക് നഷ്ടമാകാൻ ഇത് കാരണമാകും. അപ്പോൾ എപ്പോഴും നിങ്ങൾ യൂട്യൂബിലെ അനലിറ്റിക്സ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് എല്ലാം ആയിരിക്കും നിങ്ങളുടെ ഓഡിയൻസ് കൂടുതലായി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു രസകരമായ കാര്യം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് കൺസിസ്റ്റൻസി എന്നത്. പലരും ഇതുപോലെ കുറച്ച് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് അതിൽ നിന്നും നല്ല സബ്സ്ക്രൈബേഴ്സ് എല്ലാം എക്സ്പെക്റ്റ് ചെയ്യും. എന്നാൽ ഇങ്ങനെ നിങ്ങൾ കുറേ നാളായി നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബർ തന്നെ നിങ്ങളുടെ ചാനൽ തന്നെ മറന്നു പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടാം. അതിനാൽ തന്നെ നിങ്ങൾ വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ അതിലൊരു വ്യക്തമായ പാറ്റേൺ എല്ലാം ഉണ്ടാക്കി, അതായത് കുറച്ച് കൺസിസ്റ്റൻ്റ് ആയി നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് അത്തരത്തിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റും അതുപോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിലെല്ലാം വർധനവെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. ഇനി സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ കോൺട്രവേഴ്ഷ്യലായ ടോപ്പിക്സ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടാം. കാരണം ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ഒരു അഭിപ്രായത്തോട് ഇതിനോട് ചിലപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് താല്പര്യമുണ്ടാകണമെന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണവുമാണ് ഇത്തരത്തിൽ കോൺട്രവേഴ്ഷ്യലായ സബ്ജക്റ്റിനെ കുറിച്ചെല്ലാം നിങ്ങൾ അതിനെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കുറേ അധികം ക്രിയേറ്റേഴ്സ് എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ അതേ കണ്ടന്റ് എല്ലാം ചെയ്യുന്ന ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് അതുപോലെയെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിലെല്ലാം ഉൾപ്പെടുത്തുന്നത്. അതായത് നിങ്ങളുടേതായ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായ അഭിപ്രായം അതിൽ ആഡ് ചെയ്യുന്നില്ല എങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടാൻ കാരണമാകും.
കാരണം ഇത്തരത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയായിരിക്കും ഒരുപാട് പേർ നിങ്ങളുടെ ചാനൽ കാണുന്നത്. മറ്റൊരാളുടെ കണ്ടൻറ്റ് അതുപോലെ നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിനെയും ബാധിക്കും. അതുപോലെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറയാനും ഇത് കാരണമാകുന്നുണ്ട്. ഇനി കുറേ അധികം വലിയ ചാനലുകൾക്കെല്ലാം തന്നെ അവർക്കും ഇതുപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടാനുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചെല്ലാം പറയാം. ഗൂഗിൾ അടുത്തായി കൊണ്ടുവന്നിരുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇത്. ഗൂഗിളിൻ്റെ അപ്ഡേറ്റ് പ്രകാരം 2-3 വർഷമായി യൂസ് ചെയ്യാത്ത ഗൂഗിൾ അക്കൗണ്ട് എല്ലാം തന്നെ ക്ലോസ് ചെയ്യുകയാണ് എന്നൊരു പുതിയ ഒരു അനൗൺസ്മെൻ്റ് എല്ലാം വന്നിരുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരുപാട് പേർ നമ്മുടെ ചാനലെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഐഡിയ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടെല്ലാം ഉണ്ടാകും. എന്നാൽ അതിനുശേഷം അവർ ആ ഒരു അക്കൗണ്ട് എല്ലാം ലോഗ് ഔട്ട് ചെയ്ത് പുതിയ ഒരു അക്കൗണ്ട് എല്ലാം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പഴയ അക്കൗണ്ടിൽ അവർ ലോഗിൻ ചെയ്യുന്നില്ല എങ്കിൽ ഇങ്ങനെയെല്ലാം ഒരുപാട് അക്കൗണ്ടുകൾ നിലവിലുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ എണ്ണം നമ്മുടെ ചാനലിൽ ഉള്ളത് എങ്കിൽ അവർ ഉപയോഗിക്കാത്ത ഈ അക്കൗണ്ട് എല്ലാം തന്നെ ഗൂഗിൾ ഡിലീറ്റ് ചെയ്യുക വഴി, അതായത് ഈ അക്കൗണ്ട് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക വഴി ആ ഒരു സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇത്തരത്തിൽ വലിയ ചാനലുകൾക്കെല്ലാം നഷ്ടപ്പെടാറുണ്ട്. ചെറിയ ചാനലുകളെ സംബന്ധിച്ച് കുറച്ച് കൗണ്ടുകളെല്ലാം ആയിരിക്കും ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. എന്നാൽ വലിയ ചാനലുകളിൽ ഇത്തരത്തിൽ ഒട്ടനവധി സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇങ്ങനെ ഇനാക്റ്റീവായ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെ അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും വലിയ ചാനലുകളിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയാറില്ല. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെയും സബ്സ്ക്രൈബേഴ്സ് എല്ലാം പോകുന്നുണ്ടെങ്കിൽ കൂടി അവരിലേക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ അത്രത്തോളം ശ്രദ്ധയിൽ വരാറില്ല. എന്നാൽ ചെറിയ ചാനലുകൾക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 900 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ട്. ഇതിൽ നിന്നും നമുക്ക് 5 അല്ലെങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറയുകയാണെങ്കിൽ കൂടി വളരെ പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാനെല്ലാം സാധിക്കും. അതായത് ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്നുണ്ട് എന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നെഗറ്റീവ് ടോൺ, അതായത് നിങ്ങളുടെ കണ്ടന്റിൽ കുറേ അധികം നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് അത്തരത്തിൽ നെഗറ്റീവ് ടോണിലൂടെ നിങ്ങളുടെ ആ ഒരു എക്സ്പ്രഷൻ, ഈ കാര്യങ്ങൾ, പ്രസൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതും നിങ്ങളുടെ സബ്സ്ക്രൈബർ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തതും ഒരുപാട് ചാനലുകൾക്ക് അവരുടെ ചാനലിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇനി സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പലരും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെല്ലാം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായമെല്ലാം തന്നെ ഇതെല്ലാം തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ബാധിക്കാറുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരുപാട് പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോൾ ബിഗ് ബോസിലെല്ലാം പോകുന്നു. അതിനുശേഷം നിങ്ങൾ അവരുടെ ക്യാരക്ടർ അത് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്നെല്ലാം മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ തന്നെ പറയുകയാണ്, ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇത്തരത്തിലെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതായത് അവരുടെ വീഡിയോയ്ക്ക് താഴെയായി നിങ്ങളുടെ ക്യാരക്ടർ ഈ രീതിയിലാണ് എന്ന് കരുതിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഇത് നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാം തോന്നുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ പല ഓഡിയൻസിനും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരിക്കും. അതിനാൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നഷ്ടമാകാൻ കാരണമായ ഒരു കാര്യമാണിത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പലർക്കും അവരെക്കുറിച്ച് കൂടുതലായി മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ബിഗ് ബോസിലെല്ലാം പോയി അവരുടെ യഥാർത്ഥ ക്യാരക്ടർ എല്ലാം മനസ്സിലാക്കുമ്പോൾ പലരും ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ ഇനി ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇനി ഞാൻ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ നിലവിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ പോകുന്ന ഒരവസ്ഥയെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചെല്ലാം കമൻറ്റ് ചെയ്യുമ്പോഴെല്ലാം തന്നെ ചിലപ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു കമൻ്റ് എല്ലാം ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും കാര്യം അത് നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമായിരിക്കില്ല. പലപ്പോഴും റിപ്പോർട്ടേഴ്സും അല്ലെങ്കിൽ അവർ വളരെ ട്രിക്കിയായ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുമ്പോൾ എന്താണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒരവസ്ഥയിലെല്ലാം പറയുന്ന ചില കാര്യങ്ങളെല്ലാം തന്നെ അത് ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായെല്ലാം വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചാനലിൽ നിന്നും വളരെയധികം സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നഷ്ടപ്പെടുത്താൻ കാരണമായ കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയ ചാനലുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വർദ്ധിപ്പിക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പോയിൻറ്റ്സുകളെല്ലാം വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോസ് എല്ലാം ചെയ്യുക.